കണ്ണൂരിന്റെ കരിമ്പുലി സുധാകരൻ എന്ന ഏകാംഗ സൈന്യം ചുവപ്പിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിന്റെ മണ്ണിൽ കതറിട്ടൊരു കരുത്തനുയർത്തിയ വെല്ലുവിളികൾ കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത അധ്യായമാണ്. CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ ഒരാളും ധൈര്യപ്പെടാതിരുന്ന കാലത്ത് അണികൾക്ക് ആവേശവും എതിരാളികൾക്ക് പേടി സ്വപ്നവുമായി മാറിയ പേര് കെ സുധാകരൻ. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. കെ സുധാകരൻ ലീഡർ കെ കരുണാകരൻ കൊണ്ടെത്തിയ ആ മാണിക്യം KPCC അധ്യക്ഷനായി ഇന്ദ്രപ്രസ്ഥം വരെ വിറപ്പിച്ച ഒരു നേതാവാണ്. അതിനു പിന്നിൽ ചോരയും നീരും നൽകിയ ഒരു വലിയ സമര ചരിത്രമുണ്ട്. ബ്രണ്ണൻ കോളേജിൻ്റെ ഇടനാഴികളിൽ തുടങ്ങിയതാണ് ആ പോരാട്ടം. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമകാലികനായി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങിയ സുധാകരൻ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നുമാണ് വളർന്നു വന്നത്. വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ ഓടി പാർട്ടി ഗ്രാമം കടന്നു പോകാൻ ട്രെയിൻ വരുമ്പോൾ കിലോമീറ്ററുകളോളം ട്രെയിനിനൊപ്പം ഓടിയാണ് അദ്ദേഹം ആ പാർട്ടി ഗ്രാമം കവർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ആ പഴയ വിദ്യാർത്ഥി നേതാവിൻ്റെ ഉള്ളിൽ അന്ന് ഓടിയ അതേ വേഗതയും വീര്യവുമാണ് ഇന്നും. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ വെച്ച് നേരിടാൻ സുധാകരൻ നടത്തിയ ആർജവം ചരിത്രമാണ്. സുധാകരനെ ഇല്ലാതാക്കാൻ പലവട്ടം ശ്രമങ്ങൾ നടന്നു. കണ്ണൂർ രാഷ്ട്രീയത്തിലെ ചോര പുരണ്ട വഴികളിൽ പലപ്പോഴും അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടു. മട്ടന്നൂരിലെ വധശ്രമവും ബോംബേറുകളും സുധാകരനെ തളർത്തിയതേയില്ല. പകരം അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. സുധാകരനെ കൊലപ്പെടുത്താം, പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് അണികൾ വിശ്വസിച്ച നിമിഷങ്ങളായിരുന്നു അത്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ നടുവിലും സ്വന്തം പ്രവർത്തകരെ എൻ്റെ കുട്ടികൾ എന്ന് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ സുധാകരൻ കാട്ടിയ ആർജവം അദ്ദേഹത്തെ ഒരു നേതാവിനേക്കാൾ ഉപരി ഒരു സംരക്ഷകനാക്കി മാറ്റി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം ഉറച്ചു നിന്ന നേതാവാണ് അദ്ദേഹം. കണ്ണൂരിൽ നിന്നും നിലയ്ക്കലിലേക്ക് വണ്ടി ഓടിച്ചു വന്ന സുധാകരൻ്റെ ചിത്രം ജനമനസ്സുകളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്നു. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും പാർട്ടിയുടെ ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നപ്പോൾ അച്ചടക്കമുള്ള പ്രവർത്തകനായി മാറി നിൽക്കാൻ അദ്ദേഹം തയ്യാറായി. വ്യക്തിപരമായ ശരികളെക്കാൾ പാർട്ടിയുടെ തീരുമാനത്തിനാണ് അദ്ദേഹം വില കൽപ്പിച്ചിരുന്നത്. 70കളിൽ എത്തി നിൽക്കുമ്പോഴും സുധാകരൻ്റെ വീര്യത്തിനൊരു കുറവുമില്ല. പ്രായത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവർക്ക് മറുപടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ്റെ പ്രായം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. കണ്ണൂരിലെ കോൺഗ്രസിനെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സുധാകരൻ ഇന്നും പാർട്ടി അണികളുടെ ആവേശം തന്നെയാണ്. കെ സുധാകരന് പകരം കെ സുധാകരൻ മാത്രം. സമരവീര്യത്തിൻ്റെ ഈ കനൽ വഴികൾ പിന്നിടുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹം ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു പ്രസ്ഥാനമാണ്. എതിരാളികളുടെ കണ്ണിലെ കരടായും അണികളുടെ ഹൃദയത്തിലെ നായകനായും സുധാകരൻ പാർട്ടിക്ക് പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. കെ സുധാകരനെ പകരവെക്കാൻ കെ സുധാകരൻ മാത്രമാണ്. സമരവീര്യത്തിൻ്റെ ഈ കനൽ വഴികൾ പിന്നിടുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എതിരാളികളുടെ കണ്ണിലെ കരടായും അണികളുടെ ഹൃദയത്തിലെ നായകനായും ഇപ്പോഴും സുധാകരൻ നിൽക്കുകയാണ്. പാർട്ടിക്ക് പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയുമോ? 1960കളിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം കോൺഗ്രസ് പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നു. 1970കളിൽ ജനതാ പാർട്ടിയിൽ അല്പകാലം പ്രവർത്തിച്ചെങ്കിലും 1984 അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി. പിന്നീട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായി അദ്ദേഹം മാറി. 1991 എടക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കോടതിയെ സമീപിച്ച് വിജയം നേടിയെടുത്തത് സുധാകരൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. 1996 മുതൽ തുടർച്ചയായി 3 തവണ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2001 AK ആന്റണി മന്ത്രിസഭയിൽ വനം കായിക വകുപ്പ് മന്ത്രിയായും അദ്ദേഹം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. കണ്ണൂർ DCC പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച സുധാകരൻ പാർട്ടിക്ക് ജില്ലയിൽ ശക്തമായ ഒരു അടിത്തറയുണ്ടാക്കി. 2009 ലോക്സഭയിലേക്ക് മത്സരിച്ച അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരികയും ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിലും തൻ്റെ ശബ്ദമുയർത്തിയ അദ്ദേഹം 2019 വീണ്ടും കണ്ണൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എത്തുകയായിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കരുത്തുറ്റ നേതൃത്വം നൽകാനായി ഹൈക്കമാൻഡ് അധ്യക്ഷനാക്കി മാറ്റിയത്. എന്നും അനുസരണയുള്ള പാർട്ടി പ്രവർത്തകനായിരുന്ന അദ്ദേഹം അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു നിമിഷം ചിന്തിക്കാതെ ഒഴിഞ്ഞുകൊടുത്ത മനുഷ്യസ്നേഹിയായ കോൺഗ്രസ് നേതാവാണ്. കണ്ണൂരിൻ്റെ ഈ സിംഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കപ്പെടണം എന്നതാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ചോദിക്കുന്നത്. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.